ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നീർദോശയ്ക്ക് ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ കൂട്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് സവോള ഇട്ടു കേട്ടോ. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് അത് നന്നായി വഴറ്റിയെടുത്തു. അതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ടു കേട്ടോ. തക്കാളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി അതെല്ലാം ഇട്ടു കേട്ടോ. നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് ഗരം മസാല ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. നമ്മളിങ്ങനെ രാവിലെ ഒരു കറി വെച്ചിട്ടില്ലേ, അതിനൊരു പാത്രം മാറ്റി വെച്ചാൽ നമുക്ക് രാത്രി ചപ്പാത്തിക്കും കറിയായി കേട്ടോ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ മതിയല്ലോ. പിന്നെ അതിലേക്ക് വെജിറ്റബിൾസ്, ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് വന്നിട്ട് ഇട്ടത്. അത് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായി ഇളക്കി കേട്ടോ. പിന്നെ ഉപ്പിട്ടു. അത് ഇളക്കുമ്പോൾ ആ മസാലയൊക്കെ ഒന്ന് വെജിറ്റബിൾസിൽ പിടിക്കും. ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കിയാൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ അത് അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ട് പിന്നെ ഗ്രീൻ പീസ് വേവിച്ച് മാറ്റി വെച്ചത് ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാണുമ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ ഇടയ്ക്ക് കമൻ്റ് ഇടണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.